ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോടോപ്പി. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, നിങ്ങളിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ആനിമേഷൻ നമ്മൾ XDയിലാണ് ചെയ്യുന്നത്. അപ്പോൾ XDയിൽ നമ്മൾ എച്ച് ഓവർ എഫക്ട്സ്, നമ്മൾ കോമ്പണൻറ്റിൻ്റെ എച്ച് ഓവർ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓപ്ഷനാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ഓപ്ഷൻ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും XDയിൽ എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്രീന് വേണ്ടി വരും. അതായത് സെയിം സ്ക്രീനിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും, ഒരു 2-3 ആക്ഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ കേസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും സ്റ്റേറ്റ്സ് ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മളിപ്പം ബട്ടൻ്റെ എച്ച് ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എച്ച് ഓവർ ചെയ്യുന്ന ടൈമിൽ വേറൊരു കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. എന്നാലാണ് ആ ഒരു എഫക്ട്സ് നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്റ്റേറ്റ്സ് ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ആനിമേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താക്കാം, വീഡിയോയിലേക്ക് പോകും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ സൈനാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂ സ്റ്റേറ്റ്സ് ഉണ്ട്, എച്ച് ഓവർ ഉണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം എച്ച് ഓവർ നമ്മൾ ഇതിന് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ്സ് ഓക്കെ, ഇതിന് കുറച്ച് വലുപ്പം കൂട്ടുന്നുണ്ട് സ്പേസിൻ്റെ ഒരു ഇത് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മെനൂസും കൊടുത്തു. അപ്പം നമ്മൾ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് റൊട്ടേറ്റ് ആവുന്നുണ്ട്, പിന്നെ ഈ ലിസ്റ്റ് വരും. ഇതാണ് നമ്മൾ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. നമ്മൾ ഡിഫോൾട്ട് സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള സാധനം ഓട്ടോമാറ്റിക്കലി ഹൈഡായി. അപ്പം നമ്മൾ ഇത്രയും ഒരു ചെറിയ ആനിമേഷൻ ചെയ്യാൻ കുറേ ഡ്യൂപ്ലിക്കേഷൻ വേണ്ടി വരും പഴയ ഒരു സ്റ്റേജ് ആണെങ്കിൽ. അപ്പം ഇപ്പോഴത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ ആനിമേറ്റ് ചെയ്യണം. ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടോടൈപ്പ് പറയുന്ന ടാബിലേക്ക് പോവാം. പ്രോട്ടോടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ സ്റ്റേറ്റ് ഇവിടെ കാണാൻ പറ്റും, കോമ്പണൻറ്റിൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ്, ആക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫോൾട്ട് സ്റ്റേറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഈ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അവിടെ ആനിമേഷൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എനേബിൾ ആവും. അപ്പോൾ അതിൽ ടാപ്പ് കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വേണ്ടത്, അപ്പോൾ ടാപ്പ് കൊടുക്കുക. പിന്നെ ട്രാൻസിഷൻ എന്താ വേണ്ടതെന്നുള്ളത് നോർമൽ ട്രാൻസിഷൻ മതി. ഇനി സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറയുന്നത്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഈസ് ഇൻ ഈസ് ഔട്ട് ഒക്കെ സെയിം പ്രോപ്പർട്ടീസ് തന്നെ കീപ്പ് ചെയ്താൽ മതി, ഒന്നും മാറ്റണ്ട. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ് ചൂസ് ചെയ്യുക. ഇതിലും നമ്മൾ എന്താക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ ഇതിൽ പിന്നീട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു പോകണ്ടേ. അപ്പം നമ്മൾ ടാപ്പ് കൊടുക്കുക, ഓട്ടോ ആനിമേറ്റ്. ഓക്കെ, ചൂസ് സ്റ്റേറ്റ്സിനെ നമ്മൾ ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ ഡിഫോൾട്ട് സ്റ്റേറ്റിൽ നമ്മൾ ട്രാൻസിഷനും ഓട്ടോ ആനിമേറ്റ് തന്നെ ആയിരിക്കും, രണ്ടിലും ഓട്ടോ ആനിമേറ്റ് ആയിരിക്കും. ഇത്രയും മതി. ഇനി നമ്മൾ ജസ്റ്റ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൽ നമുക്ക് കണ്ടോ മൗസിൻ്റെ, അതായത് പോയിൻ്റർ വന്നിട്ടുണ്ട്, ഹാൻഡ് പോയിൻ്റർ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് റൊട്ടേറ്റായി നമ്മൾ ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. അപ്പം തിരിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, സിമ്പിളായിട്ട് സ്റ്റേറ്റ്സ് ഓപ്ഷൻ, അതായത് ആനിമേഷന് വർക്കാവും. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ സ്ക്രീൻസ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റേറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലാർജ് സ്കെയിൽ പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, സ്റ്റേറ്റ്സ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് XDയിൽ. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറേ സ്ക്രീൻസ് ഒഴിവാക്കാൻ പറ്റും, കുറേ ഡ്യൂപ്ലിക്കേഷൻസ് ഓഫ് സ്ക്രീൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം. അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ.